മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന ഖനനവെടികൾ പാഠവും പൊരുളും ഒരു ചരിത്ര വിചാരം വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. നാളിതുവരെ തമ്പുരാൻ നൽകിയ വലിയ കൃപകളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, നിൻ്റെ അനന്തമായ കാരുണ്യത്തിനും കൃപയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാർ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പാറേമക്കൾ തോമക്കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 77-ാം പാദത്തെ ആസ്പദമാക്കി ലിസ്ബണിൽ നിന്നുള്ള യാത്രാമധ്യയുണ്ടായ കടൽക്ഷോഭത്തെയും ബ്രസീൽ തീരത്തെ ബയ്യ നഗരത്തിലെ രാജിക സ്വീകരണത്തെയും കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുക. ലിസ്ബണിൽ നിന്നും 1785 ഏപ്രിൽ 23-ന് പുറപ്പെട്ട മെഷ്കീത്ത കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടന്ന് ബ്രസീൽ തീരത്തേക്ക് നടത്തുന്ന യാത്രയെയും അവിടെ ലഭിച്ച അത്യപൂർവമായ സ്വീകരണവുമാണ് ഈ പാദത്തിലെ പ്രധാനപ്പെട്ട വിഷയം. പതിവ് പോലെ 5 ആശയങ്ങളായിട്ടാണ് നമ്മൾ ക്ലാസ് ക്രമീകരിച്ചിരിക്കുക. പേജ് നമ്പർ 475 മുതൽ 480 വരെയുള്ള ഭാഗങ്ങളാണെന്ന കാര്യം ഓർക്കുമല്ലോ. ഒന്നാമത്തെ ആശയം ഇതാണ്: ആദ്യത്തെ അപകടവും ജൂൺ 13-ലെ സംഭവവും. യാത്ര സുഗമമായി തുടരുന്നതിനിടയിൽ ജൂൺ 13-ന് വിശുദ്ധ അന്തോനീസിൻ്റെ പെരുന്നാൾ ദിവസം കപ്പലിലൊരു വലിയ അപകടമുണ്ടായി. കപ്പലിലെ കാറ്റും പായയും നിയന്ത്രിക്കേണ്ട മൽവിക്കാരൻ കാറ്റിൻ്റെ ദിശ ശ്രദ്ധിക്കാതെ പായകൾ വിരിച്ചതിനാൽ കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു. വെള്ളം കപ്പലിനുള്ളിലേക്ക് അടിച്ചു കയറി യാത്രക്കാർ പരിഭ്രാന്തരായി. കപ്പിത്താൻ്റെ സംയോജിതമായ ഇടപെടലും മാൽവിക്കാരനെ ശാസിച്ചുകൊണ്ട് പായകൾ ചുരുക്കിയതും മൂലം കപ്പൽ നേരെയാവുകയും വൻ ദുരന്തം ഒഴിവാകുകയും ചെയ്തു. മുൻപാദങ്ങൾ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്ന ഗ്രന്ഥകാരൻ ഇവിടെയും ദൈവപരിപാലനയാണ് സ്മരിക്കുന്നത്. രണ്ടാമത്തെ ആശയം ഇതാണ്: ജൂൺ 23-ലെ ഭീകരമായ കൊടുങ്കാറ്റ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ബയ്യ നഗരത്തോട് കപ്പൽ അടുക്കുന്ന വേളയിൽ ജൂൺ 23-ന് അർദ്ധരാത്രിയിൽ അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റുണ്ടായി. ഈ അപകടത്തിൽ 2 കപ്പൽ ജീവനക്കാർ കടലിൽ വീണു മരിച്ചു. പായരത്തിൽ നിന്നും തെന്നു വീണ ഒരാൾ താഴെയുള്ളവൻ്റെ മേൽ പതിക്കുകയും 2 പേരും കടലിൽ താഴുകയുമായിരുന്നു. കരയോട് അടുത്ത സമയമായതിനാൽ കപ്പൽ പാറകൾ ഇടിച്ചു തകരുമെന്ന ഭീതി എല്ലാവരിലും പടർന്നു. കപ്പിത്താൻ പോലും ഭയന്നു പോയ ആ നിമിഷങ്ങളെ ഗ്രന്ഥകാരൻ അതീവ ഹൃദയസ്പർശിയായിട്ട് വിവരിക്കുന്നതാണ് ഈ പാദത്തിൽ നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ആശയം ഇതാണ്: കപ്പലിലെ പ്രാർത്ഥനകളും പരിഭ്രാന്തിയും. മരണഭയം നേരിട്ടപ്പോൾ കപ്പലിലുണ്ടായ നടത്തിയ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ്. അത് ഓരോരുത്തരും, യാത്രക്കാരും മെത്രാപ്പോലീത്തയും മറ്റുള്ളവരും എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്നാണ് നമ്മൾ ഈ പോയിന്റിൽ നമ്മൾ കാണുക. ഒന്നാമതായിട്ട് യാത്രക്കാർ ചിലർ വിളറി വെളുത്തിരുന്നു. മറ്റു ചിലർ കുരിശുരൂപം പിടിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിലവിളിച്ചു. മെത്രാപ്പോലീത്തയാണെങ്കിൽ കപ്പലിൻ്റെ മേൽത്തട്ടിലിരുന്ന് കടലിനെ റൂഷ്മ ചെയ്തു, അതായത് ആശീർവദിച്ചുകൊണ്ട് ദൈവത്തോട് മാധ്യസ്ഥം അപേക്ഷിച്ചു. പാറേമക്കൾ കത്തനാർ ഇദ്ദേഹവും കയത്തനാസ് പാതിരിയും ചേർന്ന് ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. യോസേപ്പ് അന്തോനിയോ എല്ലാവരെയും മനസ്സാപ്രകരണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നു. തുറമുഖത്തേക്ക് കപ്പൽ ഓടിച്ചു കയറ്റണമോ നങ്കൂരമിടണമോ എന്ന തർക്കത്തിനൊടുവിൽ ദൈവത്തിൽ ആശ്രയിച്ച് കപ്പൽ തുറമുഖത്തേക്ക് തിരിക്കുന്നതാണ് നമ്മൾ കാണുക. നാലാമത്തെ ആശയം ഇതാണ്: ബയ്യ നഗരത്തിലെ ആചാരവെടികളും സ്വീകരണവും. ജൂൺ 23-ന് രാവിലെ 10 മണിക്ക് കപ്പൽ സുരക്ഷിതമായി ബയ്യ തുറമുഖത്ത് നങ്കൂരമിട്ടു. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് നന്ദിയായി കപ്പലിൽ കുർബാന അർപ്പിച്ചു. മെത്രാപ്പോലീത്ത എത്തിയ വിവരം അറിഞ്ഞ ബയ്യ ഗവർണർ അദ്ദേഹത്തിന് വലിയ സൈനിക ബഹുമതികൾ നൽകി. മെത്രാപ്പോലീത്ത കപ്പലിൽ നിന്നും ഇറങ്ങിയപ്പോൾ കപ്പലിൽ നിന്നും കരയിലെ കോട്ടകളിൽ നിന്നും ആചാരവെടികൾ മുഴങ്ങി. നഗരത്തിലെ പള്ളികളെല്ലാം മണികൾ മുഴക്കി അദ്ദേഹത്തെ വരവേറ്റു. ഗവർണറുടെയും മെത്രാപ്പോലീത്തയുടെയും സന്ദർശനം. കരയിലിറങ്ങിയ മെത്രാപ്പോലീത്തയെ സൈനികർ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. ഗവർണർ അയച്ച പ്രത്യേക തേരുകളിൽ കയറി മെത്രാപ്പോലീത്തയും സംഘവും ഗവർണറുടെ ഭവനത്തിലെത്തി. അവിടെ വെച്ച് ലിസ്ബണിലെ മാർക്കസ് പ്രഭു നൽകിയ കത്ത് ഗവർണർ കൈമാറി. തുടർന്ന് ബയ്യയിലെ മെത്രാപ്പോലീത്തയെ കണ്ട് സംസാരിക്കുകയും വികാരി ജനറൽ ഒരുക്കിയ പ്രത്യേക ഭവനത്തിലേക്ക് താമസത്തിനായി മാറുകയും ചെയ്തു. വിദേശ രാജ്യത്ത് ഒരു ഭാരതീയ മെത്രാൻ ലഭിച്ച ഏറ്റവും ഉന്നതമായ സ്വീകരണമായിരുന്നു ഇത്. കപ്പൽ യാത്രയ്ക്കിടെ ജൂൺ 13-ന് ഏത് വിശുദ്ധൻ്റെ പെരുന്നാൾ ആദ്യത്തെ അപകടമുണ്ടായത്? വിശുദ്ധ അന്തോനീസിൻ്റെ പെരുന്നാൾ ദിനം.
കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു വള്ളം കയറാൻ കാരണമായ ജീവനക്കാരനാര്? മാൽവിക്കാരൻ, അതായത് കാറ്റിൻ്റെ ദിശ നോക്കാതെ പായ തിരിച്ചതിനാൽ. ബയ്യ നഗരത്തിന് സമീപം ജൂൺ 23-നുണ്ടായ കൊടുങ്കാറ്റിൽ കടലിൽ വീണ് മരിച്ചത് ആരെല്ലാം? പായരത്തിൽ ജോലി ചെയ്തിരുന്ന 2 കപ്പൽ ജീവനക്കാർ. കൊടുങ്കാറ്റിനിടെ മെത്രാപ്പൊലീത്ത കടലിനെ നോക്കി ചെയ്ത കർമ്മം എന്ത്? റൂഷ്മ ചെയ്തു, അതായത് ആശീർവദിച്ചു. എല്ലാവരെയും മനസ്സാപ്രകടനം ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചതാര്? ഗോവാക്കാരനായ യൗസേപ്പ് അന്തോനിയോ പാതിരി. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് തുറമുഖത്ത് നങ്കൂരമിട്ട ശേഷം നന്ദി സൂചകമായി കുർബാന അർപ്പിച്ചത് ആര്? ഫ്രാൻസിസ്കോസ് കയത്താനോസ് പാതിരി. ബയ്യ നഗരത്തിലെ ഗവർണറുടെ പേരെന്തായിരുന്നു? ധൊരെ ദെ മെനേസസ്. മെത്രാപ്പൊലീത്ത കരയിലിറങ്ങിയപ്പോൾ കപ്പലിൽ നിന്നും കോട്ടയിൽ നിന്നും എന്തു മുഴക്കിയാണ് അവർ സ്വീകരിച്ചത്? ആചാരവെടികൾ. കരയിലിറങ്ങിയ ശേഷം മെത്രാപ്പൊലീത്തയെയും സംഘത്തെയും ഗവർണറുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയത് എന്തിനാണ്? ഗവർണർ അയച്ച രാജകീയ തേരുകളിൽ. ബയ്യായിലെ ഗവർണർക്ക് നൽകാനായി ലിസ്ബണിലെ ഏത് പ്രഭുവാണ് കത്ത് കൊടുത്തയച്ചിരുന്നത്? മർക്കസ് ദെ കസ്തർ മെലിയോർ. ബയ്യയിലെ മെത്രാപ്പൊലീത്ത നമ്മുടെ മെത്രാപ്പൊലീത്തയ്ക്ക് സമ്മാനമായി നൽകിയ ശീതള വസ്തുക്കൾ എന്തെല്ലാം? പഞ്ചസാര, നാരങ്ങ, മധുരപദാർത്ഥങ്ങൾ തുടങ്ങിയവ. ബയ്യായിൽ താമസത്തിനായി മെത്രാപ്പൊലീത്തയ്ക്ക് വീട് ശരിയാക്കി കൊടുത്തത് ആരുടെ ശുപാർശ പ്രകാരമായിരുന്നു? ലിസ്ബണിലെ ബ്രന്ധാ പാതിരിയുടെ ശുപാർശ പ്രകാരം.